മിസ്റ്റർ രാഹുൽ ഈശ്വർ, ആണിനും പെണ്ണിനും അയ്യപ്പനും നിങ്ങൾ അപമാനമാണ് എന്ന് ഉദ്ദേശിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ഒരു വീഡിയോ. അപ്പോൾ ആ വീഡിയോയ്ക്ക് ശ്രീ ഷാജനും മറുനാടൻ മലയാളിക്കും ശക്തമായൊരു മറുപടിയാണ് ഞാൻ നൽകാൻ ആഗ്രഹിക്കുന്നത്. ഇനി പറ, ഞാൻ കേക്കട്ടെ. ശ്രീ ഷാജൻ, അദ്ദേഹത്തിന് ഒരുപാട് ഫാൻസ് ഉള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹം ഇട്ട ഇത്രയും പ്രസക്തമായ വിവാദത്തിലെ ഒരു വീഡിയോയുടെ താഴെ 1000 കമന്റോളം ഉണ്ട്. ഞാൻ അതിലെ നല്ലൊരു ശതമാനം, 100 കണക്കിന് കമന്റ് വായിക്കുകയുണ്ടായി. അതിൽ 90% രാഹുൽ ഈശ്വറിനോട് യോജിക്കുന്ന കമന്റുകളാണുള്ളത്. ശ്രീ ഷാജൻ എനിക്കെതിരെ അതിശക്തമായി ചെയ്ത വിമർശന വീഡിയോയുടെ താഴെ വരുന്ന, ഷാജൻ സാറിനെ പോലെ ഫാൻസ് ഉള്ള ഒരു വ്യക്തിയുടെ താഴെ വരുന്നതിൽ 90% എനിക്ക് അനുകൂലമായാണ് സന്ദേശങ്ങളെന്നും ഷാജൻ സാറിനോട് വിയോജിപ്പ് രേഖപ്പെടുത്തുകയാണെങ്കിലും അതിന്റെ അർത്ഥം എന്താണ്? അതിന്റെ ആദ്യ അർത്ഥം അത് ഷാജൻ സ്കറിയയുടെ ഇന്റഗ്രിറ്റിയും മറുനാടൻ മലയാളിയുടെ ഇന്റഗ്രിറ്റിയുമാണ്. അതായത് അരുൺകുമാറിനെതിരെ പോക്സോ കേസിലേക്ക് ചുമത്തുമോ എന്നൊക്കെ പറഞ്ഞ് ഒരു വീഡിയോ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. ശ്രീ അരുൺകുമാർ നമ്മുടെ നാട്ടിലെ ഏറ്റവും പ്രമുഖനായ മാധ്യമ പ്രവർത്തകനാണ്. ഏറ്റവും വിദ്യാഭ്യാസമുള്ള, ഡോക്ടറേറ്റ് ഉള്ള, പാണ്ഡിത്യമുള്ള ഒരു വ്യക്തിയാണ്. അരുൺകുമാറിനെ അടക്കം ഒരു കാര്യവുമില്ലാതെ ആക്രമിക്കുകയാണ്. ഈ ചാനലുകളെല്ലാം യുവജനോത്സവത്തിന് പോകുന്നത് അവരെ പ്രോത്സാഹിപ്പിക്കാനല്ലേ? ഇത്തരം വിഷയങ്ങളിൽ അരുണിനെതിരെ അന്യായമായ കേസെടുക്കുമ്പോൾ, അരുൺ ഇനിയും പറഞ്ഞ ഏതെങ്കിലും വാക്ക് തെറ്റിപ്പോയിന്നിരിക്കട്ടെ, അരുണിനെ വിമർശിച്ച് നമ്മുടെ ബാലാവകാശ കമ്മീഷൻ ഒരു താക്കീത് കൊടുത്തുവിടാം. പക്ഷേ പോക്സോ കേസ് എന്നൊക്കെ പറയുന്നത് എന്തൊരു അനീതിയാണ്. ഇവിടെയാണ് എനിക്ക് ഷാജൻ സാറിനോടുള്ള ആദരവോടുകൂടിയുള്ള, ബഹുമാനത്തോടു കൂടിയുള്ള വിയോജിപ്പ്. ഇത്തരം വിഷയങ്ങളിൽ സാർ നന്മയോടൊപ്പം നിൽക്കണം, കൈയടിക്കുന്നവർക്ക് വേണ്ടി നിൽക്കരുത്. നീ എന്നെ തള്ളി പറയാണല്ലേ? നമ്മുടെ നാട്ടിലെ ആൾക്കാരുടെ പ്രശ്നം ഇതാണ്, എല്ലാവരെയും ഏറിലാക്കാനാണ് താല്പര്യം. അപ്പൊ അങ്ങനെയല്ല ഷാജൻ സാർ, അങ്ങേക്കുള്ള വ്യക്തമായ മറുപടി ഇതാണ്.